ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് വിക്രമിനോടായിട്ട് രാജനും കൂട്ടരും പറയാണ്, നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയത് രാധയാണെങ്കിലും സമൂഹത്തിന് മുന്നിൽ, ഈ ലോകത്തിന് മുന്നിൽ നിന്നെ നിരപരാധിയും തെളിയിച്ചത് വേദയാണ്. അത് നീ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിക്രമിനാണെങ്കിൽ അതൊന്നും കേട്ടിട്ട് എന്തോ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ വിക്രം അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇവൻ ഇങ്ങനെയെന്ന് പറയുമ്പോൾ രാജൻ പറയുന്നുണ്ട്, അത് വേദയോട് തെറ്റായി പോയോ എന്ന് ചിലപ്പോൾ തോന്നലുകൊണ്ടാവാം അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വർഷയും ശ്രീകാന്തും ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ശങ്കരൻ നാരായണും മുത്തശ്ശിയൊക്കെ അവർ വരവേൽക്കാനായിട്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്. മുത്തശ്ശി അവർക്ക് താലമൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഉള്ളിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ശേഷം മുത്തശ്ശി വർഷയോട് കുട്ടിയെ തരാൻ പറയുമ്പോൾ നല്ല ഉറക്കത്തിലാണ്, ഇനി കൈമാറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റാലോ എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ശേഷം ഈ ഒരു ടൈമിൽ നമ്മുടെ വേദര അമ്മ പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ പരിപാടികളാണ് ഉള്ളത്, നൂലുകെട്ട്, പേരിടൽ ചടങ്ങ്, അങ്ങനെ എത്ര പരിപാടികളാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ മുത്തശ്ശി പറയണം, എല്ലാ പരിപാടികൾക്കും ആളുകളെയും വിളിക്കണ്ടേന്ന് പറയണം. പിന്നെ ആളുകളെ വിളിക്കണ്ടേ, എല്ലാവരെയും വിളിച്ച് നല്ല ഗംഭീരമായിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ വർഷയുടെ അച്ഛനും പറയുന്നതും. ഈ ഒരു ടൈമിൽ മുത്തശ്ശി പറയാണ്, ഞാൻ മറ്റുള്ളവരെ വിളിക്കേണ്ട കാര്യമല്ല പറഞ്ഞത്, ഏറ്റവും വേണ്ടപ്പെട്ടവരെ വിളിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നു. അതായത് വേദയാണ് മുത്തശ്ശി ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എല്ലാം കൊണ്ടും അവകാശമുള്ളവളാണ് വേദ. അവൾ ഈ കുട്ടിയെ കാണാൻ വന്നപ്പോൾ എന്ത് മോശമായിട്ടാണ് ശ്രീകാന്തി നീയും അതുപോലെ തന്നെ വർഷരാജനും പെരുമാറിയതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ അമ്മ പറയാണ്, സത്യമാണോ ശ്രീകാന്തെ, നീ വേദയ്ക്ക് കുഞ്ഞിനെ കാണിച്ചു കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയണ, എൻ്റെ കുഞ്ഞിനെ അവൾ കാണണ്ടെന്ന് എനിക്ക് തോന്നി എന്ന് പറയുകയാണ് കേട്ടോ. എന്ത് മോശമായിട്ടാണ് നീ പെരുമാറിയിരിക്കുന്നത്, ഇങ്ങനെയൊന്നും അവളോട് നീ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്. ശേഷം വളരെ സങ്കടത്തോടു കൂടി മുത്തശ്ശി പറയാണ്, ആരും ഒന്നും മിണ്ടരുത്, ശ്രീകാന്തിൻ്റെ കുഞ്ഞ് ഒരു പാവയൊന്നല്ല, ജീവനും രക്തവുമുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്കും വളരേണ്ട കാര്യമില്ല, അവനിക്ക് ആൻറ്റിയും അച്ഛനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവരുടെയും സ്നേഹത്തോടു കൂടി തന്നെയാണ് അവൻ വളരേണ്ടതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിശ്വത്തെയാണ് കേട്ടോ. വിശ്വം വന്നിട്ട് ജോബിനായിട്ട് ഓഫീസിലെത്തിയിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് അവിടുത്തെ ഓഫീസർ വിശ്വത്തോട് സംസാരിക്കുന്നുണ്ട്. വളരെ നല്ല ജോലിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടാണ്, അതായത് നിങ്ങൾക്ക് നല്ല പ്രായമുണ്ടല്ലോ, അതിൻ്റെ പക്വത ഉണ്ടാവുന്നതനുസരിച്ചിട്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വർക്ക് തരുന്നത്. വളരെ റിസ്ക് ഉള്ളൊരു പണിയാണ്, അതായത് ATM-ൽ കാശ് ഫില്ല് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ ഇത് കുറച്ച് റിസ്ക് ആണോ, ഞാൻ ഒറ്റയ്ക്കാണോ പോകേണ്ടതെന്ന് വിശ്വം ചോദിക്കുമ്പോൾ, ഒറ്റയ്ക്കല്ല പോകേണ്ടത്, നിങ്ങളുടെ കൂടെ ഒരു കാറും വരും, അതോടൊപ്പം തന്നെ ഒരു ഗൺമാനും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. മാസം 50,000 രൂപയാണ് ശമ്പളം എന്നും പറയുന്നുണ്ട്. നാളെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ തയ്യാറാക്കാം, നാളേക്ക് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് വിശ്വത്തിനടുത്ത് ഇട്ടാക്കുന്നുണ്ട്. വിശ്വം വളരെ സന്തോഷത്തോടെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നമ്മുടെ ശ്രീജയും അതോടൊപ്പം തന്നെ നന്ദിനിയും ഭക്ഷണമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ കമൽ വന്നിട്ട് വേദ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വേദയ്ക്ക് വയറുവേദനയായിട്ട് കിടക്കാൻ പോയിരിക്കുകയാണെന്ന് പറയുകയാണ്. അയ്യോ എന്ന് പറഞ്ഞിട്ട് കമല പോകാൻ നിൽക്കുമ്പോൾ നന്ദിനി പറയും, വേണ്ട അമ്മ, എല്ലാവർക്കും വരുന്ന വയറുവേദന ഇനി അവ താങ്ങാനൊന്നും പോകണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീജ വന്നിട്ട് പറയാണ്, അമ്മയും ഞാൻ അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടാണ് കിടത്തിയത്, കുഴപ്പമില്ല അവൾ കിടന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. ശേഷം വിശ്വവും വിനായകും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വിശ്വം വന്നിട്ട് അച്ഛനോടായിട്ട് പറയണം, പോയ കാരണം ശരിയായിട്ടുണ്ട് അച്ഛാ, ജോലി സെറ്റായിട്ടുണ്ടെന്ന് പറയാണ്. എന്താണ്, ഒരുപാട് കായികധ്വാനമുള്ള ജോലിയാണോ, അങ്ങനെയാണെങ്കിൽ നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനത്തെ പണിയെന്നല്ല, കുറച്ച് റിസ്ക് ഉണ്ട്, ATM-ൽ കാശ് ഫില്ല് ചെയ്യേണ്ട ജോലിയാണെന്ന് പറയുന്നുണ്ട്. മാസം 50,000 രൂപയാണ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടൊന്ന് വിനായകനാകെ നെട്ടാണ് കേട്ടോ. അവൻ ഭക്ഷണം പിന്നെ ഇറങ്ങുന്നില്ല സാലറി കേട്ടതും. ശരി എന്നിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്തോ അടയ്ക്കുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബാക്കിൽ തന്നെ നന്ദിനിയും പോകുന്നുണ്ട്. ദുഷ്ട, നിങ്ങൾ എന്ത് പരിപാടിയെ കാട്ടിയത്, ഇങ്ങനത്തെ ഒരു ജോലി വാങ്ങിക്കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, മുന്നും പിന്നെ ആലോചിക്കാതെ ഓരോന്ന് ചെയ്യും. ഇനി സാലറിക്ക് വന്നു കഴിയുമ്പോൾ ശ്രീജയുടെ സ്വഭാവം മാറും, പിന്നീട് ശ്രീജയും വേദയും ഒരുമിച്ച് ചേർന്ന് എന്നെ ഇവിടെ എണ്ണാന്ന് വരപ്പിക്കും, എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ വിനായകൻ പറയുന്നത്, എടി ഇതും സ്ഥിരമായിട്ടുള്ള ജോലിയല്ല, താൽക്കാലികമായിട്ടാണ്, വിക്രമിനെ വേദയും പിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു പ്ലാനിങ് അല്ലേ ഇത്, നീ അത് മനസ്സിലാക്കി, എല്ലാം സെറ്റാവും, എല്ലാം ശരിയാവും, ഈ ജോലിക്ക് എത്ര പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് നന്ദിനി ആശ്വസിപ്പിക്കുന്നതായിട്ടും പറയുന്നുണ്ട് കേട്ടോ.
ശേഷം കാണിക്കുന്നത് രാത്രിയിൽ നമ്മുടെ വിക്രം വന്നിട്ട് വീട്ടിലേക്ക് വരികയാണ്. അവൻ വരുന്ന സമയത്ത് വണ്ടിയിൽ ശബ്ദം കേട്ടിട്ട് വേദ എഴുന്നേറ്റ് നോക്കുന്നുണ്ട്. ശേഷം വേദ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് വിക്രം കിടക്കുന്ന കട്ടിലിൽ പോയി കിടക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ നേരെ വന്നിട്ട് ബാത്റൂമിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് റൂമിലേക്ക് വരികയാണ്. ഈ ഒരു ടൈമിൽ കാണുമ്പോൾ നമ്മുടെ വേദ വന്നിട്ട് തൻ്റെ കട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ വേദേ ഇടീന്ന് എണീക്കുന്നൊക്കെ പറയുന്നുണ്ട് വിക്രം. പക്ഷേ വേദ ഒന്നും കേൾക്കാതെ പോലെ അഭിനയിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അഭിനയിക്കുകയാണോ എന്ന മട്ടിൽ വിക്രം അടുത്തേക്ക് വന്നിട്ട് വേദന മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ വേദ പേടിച്ചിട്ട് നെട്ടിവിടും കേട്ടോ. ദേ മനുഷ്യ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ഉദ്ദേശിച്ച് എൻ്റെ അടുത്തേക്ക് വന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറഞ്ഞു, ഞാൻ എന്തോ ഉദ്ദേശിച്ച് വരാൻ ഞാനൊന്നും ഉദ്ദേശിച്ചില്ല, നീ ഉറങ്ങി നോക്കാൻ വേണ്ടി വന്നാണെന്ന് പറയാൻ കേട്ടോ. അല്ലല്ല, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി നിങ്ങളുടെ സ്വഭാവം. നിങ്ങൾക്കല്ലേലും ഒറ്റയ്ക്കിരിക്കുന്ന പെൺപിള്ളേരുടെ വീട്ടിൽ പോയിട്ട് അവർ രാത്രി ഉറങ്ങുന്നുണ്ടോ, റീൽസ് എടുക്കണോ നോക്കലല്ലേ പണിയെന്ന് പറയാൻ കേട്ടോ. ഇത് കേട്ടത് വിക്രമിന് ദേഷ്യം വന്നിട്ട് കയ്യിൽ കെട്ട കുപ്പി എടുത്ത് ഒറ്റ ഏറെ കേട്ടോ. അപ്പോൾ എന്താണ് വിക്രം അത് താഴെ ഇടാൻ പറഞ്ഞപ്പോൾ എന്തിനാണ് കളഞ്ഞതെന്ന് പറഞ്ഞിട്ട് വേറെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഭാര്യമാരുടെ ഒരു സ്വഭാവമാണ് ഭർത്താക്കന്മാർ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല ഞാൻ പറഞ്ഞു. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, നിങ്ങൾ ആ പണി ചെയ്യില്ല എന്ന് എനിക്കറിയാമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു വേദ പറയുമ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ ഞാൻ ഇതുവരെ നിന്നെ അംഗീകരിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം വേദയോട്. അപ്പോൾ വേദ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. എപ്പോൾ നോക്കിയാലും തുടങ്ങി ഇത് തന്നെയാണ് എപ്പോഴും പഴഞ്ചൊല്ലെന്ന് പറഞ്ഞിട്ട് രണ്ടാണ് പരസ്പരം കുത്തിക്കളിക്കുന്നത് കാണിക്കുന്നതോടെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം കൂടുതൽ എപ്പിസോഡിനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.